BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് മുൻ ജീവനക്കാർ തട്ടിയത് 30 ലക്ഷം രൂപയെന്ന് ക്രൈംബ്രാഞ്ച്. ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് തുടങ്ങി 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. നഷ്ടമായതിനേക്കാൾ കുറഞ്ഞ തുകയാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് കുറ്റപത്രം കയ്യിൽ ലഭിച്ച ശേഷം പ്രതികരിക്കുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. തെറ്റ് ചെയ്തത് ആരാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാമ്പത്തിക ക്രമക്കേടിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. നേരത്തെ 2 പ്രതികൾ മാത്രമാണ് കീഴടങ്ങിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതേ തുടർന്ന് തട്ടിപ്പ് നടത്തിയ രീതി പ്രതികളെ കൊണ്ട് അന്വേഷണ സംഘം പുനരാവിഷ്കരിച്ചു. മുഖത്ത് മാസ്ക് വെച്ച് തട്ടിപ്പ് നടത്തിയ രീതി വിനീത, രാധാമണി എന്നീ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പുനരാവിഷ്കരിച്ചു. 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. എന്നാൽ 40 ലക്ഷം രൂപ തങ്ങൾ തട്ടിയെടുത്തു എന്ന് മാത്രമാണ് പ്രതികൾ ഇതുവരെയും സമ്മതിച്ചിട്ടുള്ളത്. ഒരു വൻ തുകയുടെ തട്ടിപ്പ് ആയതിനാലാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.